എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. രാമായണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് കൈകേയി. കൈകേയിയാണ് ഭഗവാന്റെ അവതാര ഉദ്ദേശത്തിലേക്ക് ഭഗവാനെ തിരിച്ചുവിട്ടത് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. മന്ധര ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ അതിന് അനുകൂലമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്നേ ദിവസം നമ്മൾ പരിശോധിക്കുന്നത് ഭഗവാനെ വനവാസക്കാലത്തിലേക്ക് തള്ളിവിടാൻ വേണ്ടി കൈകേയി ഉപയോഗിച്ച കൈകേയിക്ക് കിട്ടിയിട്ടുള്ള ഒരു വരത്തെക്കുറിച്ചും ആ വരത്തിന് പുറകിലുള്ള കഥയെക്കുറിച്ചും ആണ്. ആ കഥയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആരാണ് യഥാർത്ഥത്തിൽ ദശരഥൻ, ആരാണ് കൈകേയി എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ദശരഥൻ നേരത്തെ പറഞ്ഞതുപോലെ സൂര്യവംശത്തിലെ രാജാവായിരുന്നു, അയോധ്യാപതിയായിരുന്നു. അദ്ദേഹത്തിന് ആ പേര് വരാനുള്ള കാരണം അദ്ദേഹത്തിന് 10 ദിക്കുകളിലേക്ക് രഥം പായിക്കാനുള്ള കഴിവുണ്ടായിരുന്നു എന്നാണ്. 8 ദിക്കുകൾ നമുക്കറിയാമല്ലോ, നമ്മൾ അഷ്ടദിക്പാലകർ എന്നൊക്കെ പറയാറില്ലേ, അങ്ങനെ 8 ദിക്കുകൾ ചുറ്റും, പിന്നെ മുകളിലേക്കും താഴേക്കും അങ്ങനെ 2 ഇതെല്ലാം കൂടെ ചേർത്താണ് 10 ദിക്കുകൾ. ഈ 10 ദിക്കുകളിലേക്കും ഒരേ വേഗതയിൽ രഥം പായിക്കാനുള്ള കഴിവുണ്ടായിരുന്നുകൊണ്ടാണ് അദ്ദേഹത്തെ ദശരഥൻ എന്ന് വിളിച്ചിരുന്നതെന്നാണ് പറയാറുള്ളത്. അങ്ങനെ അദ്ദേഹത്തിന് വിവാഹപ്രായമായ സമയത്ത് അദ്ദേഹം നിരവധിയായിട്ടുള്ള വിവാഹങ്ങൾ കഴിച്ചതായിട്ട് നമുക്കറിയാം. കൗസല്യ എന്ന് പറയുന്ന രാജകുമാരി അദ്ദേഹം വിവാഹം കഴിച്ചിട്ടുണ്ട്. സുമിത്ര എന്ന് വിളിക്കപ്പെടുന്ന രാജകുമാരി അദ്ദേഹം വിവാഹം കഴിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിലാണ് അദ്ദേഹം കൈകേയി എന്ന് വിളിക്കപ്പെടുന്ന, കേകയം എന്ന് വിളിക്കപ്പെടുന്ന രാജ്യത്തെ രാജകുമാരിയെ വിവാഹം കഴിക്കുന്നത്. ഈ വിവാഹം കഴിച്ച് കൊട്ടാരത്തിലേക്ക് ഭർത്താവിൻ്റെ അടുത്തേക്ക് അയക്കുന്ന സമയത്ത് അന്നത്തെ കാലത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പല ദ്രവ്യങ്ങളും കൊടുത്തയക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഈ സ്ത്രീധനത്തിൻ്റെയൊക്കെ പാരമ്പര്യം അതിൽ നിന്നൊക്കെ ആയിരിക്കും ആദ്യകാലത്ത് നമ്മുടെ നാടുകളിലും ഉണ്ടായിട്ടുണ്ടാവുക. എന്തായാലും ഇങ്ങനെ കൊടുത്തയച്ച സമയത്ത് വളരെ വിശേഷപ്പെട്ട ഒരു വസ്തുവിനെ കൂടി കൈകേയിക്ക് കേകയത്തുനിന്ന് രാജാവ് കൊടുത്തയച്ചിരുന്നു. അത് മറ്റൊന്നും തന്നെ ആയിരുന്നില്ല, ചെറിയ കുട്ടിയാവുമ്പോൾ തൊട്ട് കൈകേയിയുടെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്ന ഒരു തോഴി, ഒരു അമ്മയുടെ സ്ഥാനത്തുള്ള ഒരു തോഴി എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ ശരി. അവരായിരുന്നു മന്ധര. ആ മന്ധരയും കൂടെ ചേർന്നിട്ടാണ് കൈകേയി അയോധ്യയിലേക്ക് വരുന്നത്. അന്ന് തൊട്ട് കൈകേയിയുടെ എല്ലാ കാര്യങ്ങളും നോക്കാൻ മനസാക്ഷി സൂക്ഷിപ്പുകാരെന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ആ ഭാവത്തിൽ ഉണ്ടായിരുന്ന ആളായിരുന്നു മന്ധര. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ താമസിക്കുന്ന സമയത്താണ് ദേവാസുര യുദ്ധം നടക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പതിവുണ്ട്, ഈ ദേവന്മാരും അസുരന്മാരും തമ്മിൽ യുദ്ധം ചെയ്യുക. അപ്പോൾ ദേവന്മാർക്ക് തന്നെ അറിയാം ഈ അസുരന്മാരുടെ ശക്തി എന്ന് പറഞ്ഞാൽ അത് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാത്രം ഒന്ന് മുന്നിട്ട് പുറപ്പെട്ടു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവരെ പരാജയപ്പെടുത്താൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഭൂമിയിൽ നിന്നുള്ള ശക്തിയുള്ള രാജാക്കന്മാരെ ദേവലോകത്തേക്ക് വിളിപ്പിക്കും. അവരെ കൂടി ചേർത്താണ് ദേവസൈന്യം രൂപീകരിക്കുക. ഇങ്ങനെ പല ആൾക്കാർ പല കാലത്തായിട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ മാന്ധാതാവ് എന്ന് പറയുന്ന ഒരു രാജാവ് സൂര്യവംശത്തിൽ തന്നെ ഉള്ള ആളാണ്. അദ്ദേഹം പണ്ട് പോയതായിട്ട് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ദ്വാപരയുഗത്തിൽ പൊതുവിൽ പറയാറുണ്ട്, മുചുകുന്ദൻ്റെ കഥ പറയുമ്പോൾ മുചുകുന്ദനും ഇതുപോലെ സഹായിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അങ്ങനെ പോയ ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ദശരഥൻ. അദ്ദേഹവും പോയി ദേവാസുര യുദ്ധത്തിൽ പങ്കെടുത്തു എന്നാണ്. അങ്ങനെ ഈ ദേവാസുര യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രാജാവ് ഒറ്റയ്ക്ക് യുദ്ധത്തിന് പോകുന്നത് കണ്ടപ്പോൾ കൈകേയിക്കൊരു മോഹം ഒപ്പം പോകണമെന്ന്. ഭർത്താവ് പോകുന്നത് യുദ്ധത്തിനാണ്, അല്ലാതെ പുറത്തു പോകുമല്ലോ. എന്നാലും കൈകേയിക്കൊരു മോഹം. കുറേ പിന്തിരിപ്പിക്കാനൊക്കെ ദശരഥൻ നോക്കി, പക്ഷേ സാധിച്ചില്ല. കൈകേയിയാണ് ഒപ്പം ചെന്നത് സഹായിക്കാനൊക്കെ ആയിട്ട്. എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒപ്പം ചെയ്തു കൊടുക്കാമെന്ന് കരുതി പോയതാവും. എന്തായാലും യുദ്ധം തുടങ്ങി, ഗംഭീരമായിട്ടുള്ള യുദ്ധം. അസുരന്മാരാണെങ്കിൽ അവരുടെ ആക്രമണത്തിന് ശക്തി അങ്ങോട്ട് കൂട്ടി. പല സമയത്തും ദേവന്മാർക്കൊക്കെ മുറിവേറ്റു. ദശരഥനാണെങ്കിൽ പല അസുരന്മാരോടും ഗംഭീരമായിട്ടുള്ള യുദ്ധം. ഈ യുദ്ധത്തിൽ തേര് പായിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു സമയത്ത് ആ തേരിൻ്റെ രഥചക്രത്തിനുണ്ടായിരുന്ന ഒരാണി, അല്ലെങ്കിൽ ആ രഥചക്രത്തെ ഉറപ്പിച്ച് നിർത്തിയിരുന്ന ഒരു വസ്തു അതൊന്ന് തെറിച്ചു പോയി എന്നാണ്. ഇതോടുകൂടി ആ തേര് അത് പായിക്കുന്ന ദിശയിലേക്കൊന്നും അല്ല അത് സഞ്ചരിക്കുന്നത്. അപ്പം ആകെ മൊത്തം അപകടമായി. എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാണ്ടായി ദശരഥന്. ആ സമയത്ത് കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ കൈകേയിയുടെ ഭാഗത്ത് നിന്നുണ്ടായി എന്നാണ്. അവരുടെ കയ്യിലുള്ള വിരലുകൊണ്ട് ആ വസ്തുവിൻ്റെ അസാന്നിധ്യം പരിഹരിക്കുകയും ഒരു കൈ കൊണ്ട് രഥം പായിക്കുകയും ചെയ്തു എന്നുമാണ് ആ കഥയിൽ പറയുക. ഒരു കൈ കൊണ്ട് രഥത്തിൻ്റെ ചക്രത്തെ നിയന്ത്രിച്ചു, ഒരു കൈ കൊണ്ട് രഥത്തെ മുഴുവനായിട്ട് നിയന്ത്രിച്ചു. അങ്ങനെ ദശരഥൻ്റെ ജീവഹാനി ഇല്ലാതെ രക്ഷിച്ചത് കൈകേയിയാണ്. അത് കണ്ടപ്പോൾ ദശരഥനുണ്ടായിട്ടുള്ള സന്തോഷം എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നില്ല. അദ്ദേഹത്തിന് കൈകേയിയോട് അതിയായിട്ടുള്ള സ്നേഹം തോന്നി. അല്ലെങ്കിലേ 3 ഭാര്യമാരിൽ ഏറ്റവും കൂടുതൽ സ്നേഹം കൈകേയിയോടാണെന്ന് പൊതുവിൽ പറയാറുണ്ട്. ഇതിപ്പോൾ തൻ്റെ ജീവൻ കൂടി രക്ഷിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ
അതിയായിട്ടുള്ള സ്നേഹം ഉണ്ടായി, സന്തോഷം ഉണ്ടായി. ആ സന്തോഷം അതിര് കവിഞ്ഞ സമയത്ത് അങ്ങോട്ട് ആവശ്യപ്പെടുന്നതാണ്, നീ എന്നെ സഹായിച്ചതിൻ്റെ പേരിൽ നിനക്ക് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്. ഇപ്പം കൈകേയി ധർമ്മം പഠിച്ച സ്ത്രീയാണ്. അവർ പറയുന്നുണ്ട്, ഭർത്താവിനെ രക്ഷിക്കുക എന്നുള്ളത് ഭാര്യയുടെ ധർമ്മമാണ്, ഞാൻ അതേ ചെയ്തിട്ടുള്ളൂ, എനിക്ക് യാതൊരു വരും ആവശ്യമില്ല. പറ്റില്ല, എനിക്ക് എന്തെങ്കിലും തരാതെ ഒരു സമാധാനം ഉണ്ടാവില്ല, എന്തെങ്കിലും ചോദിക്കൂ എന്ന് നിർബന്ധിച്ച് ചോദിച്ചപ്പോഴാണ് കൈകേയി പറഞ്ഞത്, എനിക്ക് എന്തെങ്കിലും ഒരു 2 വരം അങ്ങ് മാറ്റി വെച്ചോളൂ, ഞാൻ ആവശ്യമുള്ള സമയത്ത് അത് ചോദിച്ചോളാം. ദശരഥന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെയാണ് അഭിഷേകം നിശ്ചയിക്കപ്പെട്ട സമയത്ത് മന്ദര എന്ന് വിളിക്കപ്പെടുന്ന തോഴിയുടെ വാക്ക് കേട്ട് ഈ 2 വരങ്ങൾ കൈകേയി പ്രയോജനപ്പെടുത്തുന്നത്. ആ വരങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് എല്ലാവർക്കും നന്നായി അറിയാം. ആ സമയത്ത് അയോധ്യയിൽ ഇല്ലായിരുന്ന സാക്ഷാൽ സംഘമേശ്വരനായിട്ടുള്ള ഭരതനെ രാജാവാക്കണമെന്നും രാമനെ കാട്ടിലേക്ക് അയക്കണമെന്നും 2 വരങ്ങൾ അന്ന് ദേവാസുരക്കാലത്ത് ചോദിച്ച ആ 2 വരങ്ങളാണ് ഈ അഭിഷേക സമയത്ത് കൈകേയി ചോദിച്ചു വാങ്ങുന്നത്. അവിടെ തൊട്ടാണ് ഭഗവാന്റെ വനയാത്ര ആരംഭിക്കുകയും ചെയ്യുന്നത്. പൊതുവിൽ മഹാത്മാക്കൾ പറയാറുണ്ട്, അതുകൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഒരുപാട് സന്തോഷം ഉണ്ടാവുന്ന സമയത്തും ഒരുപാട് വിഷമം ഇരിക്കുന്ന സമയത്തും ആരോടും ഒരു വാക്കും കൊടുക്കരുത് എന്നാണ്. കാരണം ഈ 2 സമയത്തും നമ്മളുടെ നിയന്ത്രണത്തിലാവില്ല നമ്മുടെ മനസ്സ്, നമ്മുടെ ബുദ്ധി. ഈ സമയത്ത് നമ്മൾ ചാടിക്കേറി കൊടുക്കുന്ന വാക്കുകൾക്കൊക്കെ ഭാവിയിൽ നമ്മൾ തന്നെ കണക്ക് പറയേണ്ടി വരും, ദശരഥ മഹാരാജാവിനെ പോലെ എന്നാണ്. അതുകൊണ്ട് അതിയായിട്ട് സന്തോഷം ഉണ്ടാവുന്ന സമയത്തും അതിയായിട്ട് വിഷമം ഉണ്ടാവുന്ന സമയത്തും ഭഗവാനെ സ്മരിക്കുക എന്നല്ലാതെ വരം കൊടുക്കാനും വാക്ക് കൊടുക്കാനൊന്നും ആരും പോകേണ്ടതായിട്ടില്ല എന്ന് മഹാത്മാക്കൾ പറയാറുണ്ട് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് രാമകഥയുടെ അടുത്തൊരു അധ്യായത്തിൽ കഥേമമ്മയിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്തേ.